അപ്പൊ എന്താ ടാറ്റു ചെയ്യാൻ വേണ്ടി അതോ പിയേഴ്സിങ് ചെയ്യാനായിരുന്നു? ടാറ്റു ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. അപ്പം എന്ത് ഡിസൈൻ ഓർ സംതിങ്? നോ, ഐബ്രോസ്. ഐബ്രോസ് ചെയ്യാം. ഞാൻ കുറെ റീലില് കണ്ടു ഇതേപോലെ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു എന്താ കുറെ ഇയേഴ്സ് കഴിയുമ്പോൾ ഐബ്രോസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ടാറ്റു ചെയ്ത് കഴിയുമ്പോൾ ഈ ഐബ്രോസ് കുറച്ച് താഴോട്ടായിട്ട് ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതൊക്കെ ഓറഞ്ച് ഷെയ്ഡ് പോലെ വരുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊരു സ്റ്റുഡിയോയിൽ പോയി ചെയ്യുന്നതായിരിക്കും എപ്പോഴും പറ്റും. കാരണം നമ്മൾ നോർമൽ നമ്മൾ ടാറ്റു ചെയ്യുന്ന പോലെ അല്ല, നമ്മൾ ഫേസ് ആണ്. അപ്പൊ നമ്മൾ അതിലെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കർഷണം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫേസ് ഉൾപ്പെടെ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ എപ്പോൾ നമ്മളിങ്ങനെ ഐബ്രോ ടാറ്റൂസ് അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് സ്റ്റുഡിയോ നമ്മൾ നോക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. ഓക്കെ. സോ ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ്. ലൈക്ക് ഇത് നോർമൽ ടാറ്റൂ ചെയ്യുന്നത് അല്ലല്ല, നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് PME പിഗ്മെന്റേഷൻ ആണ്, പെർമനന്റ് മേക്കപ്പ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതും ഇതോടൊരു ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ടാറ്റൂയിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കത് ഗ്രീനിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ അതേസമയം നമ്മൾ PME പിഗ്മെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൽ കളർ ചേഞ്ചസ് നമുക്കതിൽ വരുന്ന ബ്ലാക്ക് വരുന്നുണ്ട്, അതിൽ ഡീപ്പ് കോഫി പിന്നെ ബ്രൗൺ കോഫി അങ്ങനെ ഒരു വേരിയൻ്റ് ആയിട്ട് ഇതായിരിക്കും വരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാച്ചുറൽ ഒരു ഹെയറിൻ്റെ ആ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. അത് ചെയ്താൽ ഐബ്രോയിലെ ഹെയർ പൊഴിഞ്ഞു അങ്ങനെ എന്താ പ്രശ്നം? ഇല്ല, അങ്ങനെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ നമ്മൾ ടാറ്റു ചെയ്താൽ പോലും നമ്മൾ അതിനടക്കാൻ രോമം വളരാറുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് ഷേവ് ചെയ്താൽ പോലും അത് ഹീലാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ രോമം കിളുക്കാറുണ്ട്. സെയിം തിങ് അതുപോലെ തന്നെയാണ്, നമുക്ക് അതിനുള്ളൊരു ബ്രീതിങ് സ്പേസ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഇത് ഹീലാവാൻ എത്ര ടൈം എടുക്കും? നമുക്ക് ഡിപ്പെൻഡ് ഓൺ സ്കിൻസ് ആണ്. നമ്മളൊരു ഫസ്റ്റ് ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ 21 days കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ 3 to 4 സിറ്റിംഗ്സ് വരെ ആവാം. അപ്പോൾ അല്ലെന്ന് ചിലർക്ക് ഫസ്റ്റ് സിറ്റിംഗിൽ റെഡി ആവുന്നവരുണ്ട്, സെക്കൻഡ് സിറ്റിംഗ് റെഡി ആവുന്നവരുണ്ട്, പിന്നെ തേർഡ് സിറ്റിംഗ്. അത് ഡിപ്പെൻഡ് ഓൺ സ്കിൻസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കട്ടി പോലെ ആവത്തില്ല? ഇല്ല, നമ്മൾ നമ്മളിത് ഫില്ലിംഗ് അല്ല ചെയ്യുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ട്. ഫില്ലിംഗ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ സ്ട്രിപ്ലിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഹെയറി സ്ട്രോക്സ് ആണ്. നമ്മുടെ ഓരോരോ ഹെയർ പോലെ തന്നെ ഓരോരോ സ്ട്രോക്സ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ഓരോ സ്ട്രോക്സിനിടയ്ക്കും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കും അവരുടെ പീരിയഡ് എത്രത്തോളം കട്ടിയുണ്ട്, അതിൻ്റെ കോൺട്രാസ്റ്റ് നമ്മളെല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ തന്നെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ നമ്മൾ സിറ്റിംഗ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യം ഒരു ലൈറ്റൺ അപ്പ് ആയിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സിറ്റിംഗ് വരുമ്പോൾ അതിൻ്റെ എത്രത്തോളം ഇതായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ സെക്കൻഡ് സിറ്റിങ്ങിൽ ആ ഒരു ഇത് ചെയ്യത്തുള്ളൂ. ഓക്കെ.